ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാഹൂസ് വ്ളോഗ്സ്. അപ്പം ഇന്ന് എനിക്ക് കോളേജുള്ളൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം രാവിലെ എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും ഇൻട്രോ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം എണീറ്റ് കഴിഞ്ഞാൽ ഒരുങ്ങാ പോവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ഇതിനിടയ്ക്ക് കഴിക്കുന്നത് തന്നെ ഉമ്മ വാരി തരുന്നേ കൊണ്ട് 2-3 വാ വയ്ക്കും, കഴിക്കും, ബാഗ് എടുക്കുന്നു, ഓടുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എനിക്ക് കഴിക്കാനൊന്നും സമയമില്ല. ഞാൻ എണീക്കുന്നതേ ഒരു സമയത്തിനാണ്. അപ്പം ഞാൻ ഇത്രയും വെപ്രാളപ്പെട്ട് പോകാൻ കാരണം എനിക്ക് 8 മണിയാകുമ്പം ബസ്സുണ്ട്. ഈ ബസ് ത്രൂ ബസ്സാണ്. കോളേജിൻ്റെ അവിടം വരെ എനിക്ക് പോവാം. ഇല്ലെങ്കിൽ ഞാൻ 3 ബസ് കയറി പോകണം. ബസ് കിട്ടി കുറച്ച് നേരം നിന്നിട്ടാണെങ്കിലും എനിക്ക് സീറ്റ് കിട്ടും ഗൈസ്. പിന്നെ ഓരോന്നൊക്കെ ആലോചിച്ചിരുന്ന് ഒരു 1.25-2 മണിക്കൂർ അങ്ങനെ ബസ്സിൽ അങ്ങ് പോകും. ഇപ്പം ഞങ്ങൾക്ക് 6 ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് കോളേജിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ പിന്നെ അവരൊക്കെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കയറിയത് ക്ലാസ്സിന്. പയ്യെ ഞങ്ങളെ എല്ലാവരെയും വേറെ ടീമിലാക്കി ഗൈസ്. അത്രയും നേരം ഒരുമിച്ചിരുന്ന ഞങ്ങൾ പിന്നെ വേറെ ടീമിലായി. അങ്ങനെ ഞങ്ങൾക്ക് ഫസ്റ്റ് ബ്രേക്കും കിട്ടി. അപ്പോഴാണ് ഫിദ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ചക്ലി ഇല്ലേ, കച്ചോ ചക്ലിയോ അങ്ങനെ എന്തോ പേരുള്ളൊരു സാധനം, മുറുക്കിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കുന്ന സംഭവം, അത് അവൾ ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ക്ലാസ്സിൽ പോകാനൊന്നും നിന്നില്ല. ആ വഴിയിൽ നിന്ന് തന്നെ അതങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് കഴിക്കുന്ന എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ടേസ്റ്റൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ ഞാൻ കുറച്ചും കൂടെ എരിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അത്രയ്ക്ക് എരിയില്ലായിരുന്നു. എന്നാലും കൊള്ളാം ഇങ്ങനെ മുറുക്കിൻ്റെ കൂടെ കഴിക്കാൻ. ഞാനിതൊരു തവണ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അട്ടർ ഫ്ലോപ്പായിരുന്നു. പക്ഷെ അവൾ ചെയ്തത് മസാല സൂപ്പറായിരുന്നു. ഇവളിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും. ബൺമസ്ക ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് അവൾ ബൺമസ്ക ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം എനിക്ക് കോളേജ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഞാനും അലീനയും ടൂർ കോർഡിനേറ്റേഴ്സാണ്. അപ്പം ഞങ്ങളുടെ ലാസ്റ്റ് ഇയർ ടൂറൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് പിന്നെ ബിസി ആയിപ്പോയി. അക്കലോജിക്കയുടെ ഒരു പാഴ്സൽ മാമിയുടെ വീട്ടിൽ വന്നിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്ത് ഞാൻ വീട്ടിൽ പോയി. വീടെത്തിയപ്പോൾ തന്നെ ഒരു സമയമായി ഗൈസ്. 6 മണി 6:15 ആ ടൈമൊക്കെ ആകുമ്പോഴാണ് ഞാൻ വീടെത്തുന്നത്. അങ്ങനെ അക്കലോജിക്കയുടെ പാഴ്സൽ എന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ വലിയ പാക്കേജൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഫ്രീ ഗിഫ്റ്റൊക്കെ വല്ലതും കാണുമായിരിക്കും. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പം ഉമ്മാക്ക് സുന്നത്ത് നോമ്പായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന മുന്തിരി എടുത്ത് ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഉമ്മ മക്രോണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഇത്രയുള്ള ഗൈസിൻ്റെ കുഞ്ഞു വ്ളോഗ്. അപ്പം കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.